ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 +2 പരീക്ഷയുടെ ഫലങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാ വിദ്യാർത്ഥികളും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനെ കുറിച്ചായിരിക്കും. അതിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും നോക്കുന്ന ഒരു കാര്യം ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ്. കേരളത്തിൽ ഈ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്തവരുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അറിയാൻ ആഗ്രഹമുള്ളൊരു വസ്തുതയാണ്. കാരണം 2024 മുതൽ കേരളത്തിൽ പ്രായോഗികത്തിൽ വന്ന ഒരു പ്രോഗ്രാമാണ് 4-ഇയർ UG പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനു മുമ്പുള്ള വർഷങ്ങൾ വരെയും 3 വർഷത്തെ റെഗുലർ കോഴ്സ് ഡിഗ്രിയായി നടത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പഴയ കാലങ്ങളിൽ നിന്നും എന്താണ് അതിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായ ധാരണയില്ലാത്ത പല വിദ്യാർത്ഥികളുമുണ്ട്. വെറുതെ ഡിഗ്രി കോഴ്സിലേക്ക് പ്രവേശിക്കുന്നതിൽ ഉപരി ഈ വർഷം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ ഈ പ്രോഗ്രാമുകളിലെല്ലാം തന്നെ വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ടീച്ചർമാരോട് ചോദിക്കാൻ പോലും വ്യക്തമായി ഇതിനെക്കുറിച്ചുള്ള ധാരണ പലർക്കും ഇല്ല. അത് അവരെ കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം പുതിയൊരു കാര്യം നമ്മുടെ സിലബസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ആ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് അത്യാവശ്യം സമയമെടുക്കും. ഇതിൽ പ്രധാന കാര്യം ഈ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് പുറത്തിറങ്ങിയ ഒരു ബാച്ചും ഇതുവരെയും വന്നിട്ടില്ല. കാരണം ഇനി 2-3 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് 4 വർഷം ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന ആദ്യ ബാച്ചിന് പാസ് ഔട്ടായി പുറത്തു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്നത് പറഞ്ഞാൽ 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി കോഴ്സും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ MA MBA തുടങ്ങിയ കോഴ്സുകളും തമ്മിലുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും ഹോണേഴ്സ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഇവ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം ജോലി സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നമുക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. ആദ്യമേ തന്നെ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രിയെ പറ്റി സംസാരിക്കാം. 4 വർഷത്തെ കോഴ്സാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, IIT പാലക്കാട് തുടങ്ങിയവയിലെല്ലാം ഈ ഒരു 4-ഇയർ UG പ്രോഗ്രാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3+1 എന്ന ഫോർമാറ്റിലായിരിക്കും. ഓണേഴ്സ് ഡിഗ്രി എന്ന പേരിൽ വരുന്ന ഈ ഡിഗ്രിയിലെ ആദ്യത്തെ 2 വർഷം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങൾ പഠിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സസും മേജർ സബ്ജക്റ്റുകളുമായിരിക്കും. അതായത് നിങ്ങൾ +2 പഠിച്ചതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിലായിരിക്കും ഫസ്റ്റ് ഇയറും, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ സെക്കൻഡ് ഇയറും പഠിക്കും. തേർഡ് ഇയറിലോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ വരുന്നത്. അതായത് ഇപ്പോൾ BSc ഫിസിക്സ് എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സസും ലാംഗ്വേജസും ആയിരിക്കും. തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ ഫിസിക്സിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഈ 3 വർഷത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തിന് സമാനമായി തന്നെയാണ്. എന്നാൽ 4ാമത്തെ വർഷം എന്തിനാണ് പ്രയോഗിക്കുന്നു എന്ന കാര്യം പലർക്കും ഇപ്പോഴും വ്യക്തമായി അറിയില്ല. ഈ 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ തന്നെ ക്വിറ്റ് ചെയ്യാം. അങ്ങനെ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു നോർമൽ ഡിഗ്രി ആയിരിക്കും. സാധാരണ 2023 വരെയും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു നോർമൽ ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ 4ാമത്തെ വർഷവും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റിസർച്ച് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചു കഴിയാം. ആ 4 വർഷത്തെ അഡീഷണൽ ആയിട്ടുള്ള 1 വർഷത്തെ കോഴ്സ് കൂടി പഠിച്ചിറങ്ങിയാൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഒരു ഹോണേഴ്സ് ഡിഗ്രി ആയിരിക്കും. ഈ ഹോണേഴ്സ് ഡിഗ്രിയും നോർമൽ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഈ PG അഡ്മിഷനൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോണേഴ്സ് ഡിഗ്രി ഉള്ളത് നല്ലൊരു ബേസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും അതുപോലെ തന്നെ മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ഈ നോർമൽ ഡിഗ്രിയെക്കാളും ഹോണേഴ്സ് ഡിഗ്രി ഉള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ചാൻസസ് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. 3 വർഷത്തിൽ നോർമൽ ഡിഗ്രി എടുത്ത് പോകണമോ അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ഹോണേഴ്സ് ഡിഗ്രി കൂടി എടുക്കണമോ എന്നത് വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം മുതൽ. അപ്പോൾ ആ ഒരു 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രിയെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഇത് മുൻകാലങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നാൽ
നിങ്ങൾ ഓൾറെഡി 5 വർഷത്തെ ഒരു കോഴ്സിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഒരുമിച്ചെടുക്കാൻ പറ്റും. നേരത്തെ 3+1 എന്ന ഡ്യൂറേഷൻ ഇപ്പോൾ 3+2 ആയി. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങൾക്ക് UG കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഗവൺമെന്റ് കോളേജുകളിലോ മറ്റോ PG സീറ്റിനായിട്ട് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളോ മറ്റോ ഒന്നും ചെയ്യേണ്ട യാതൊരുവിധ കാര്യവും വരുന്നില്ല. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ MBA തുടങ്ങിയ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡർ ആവാനുള്ളൊരു കോഴ്സിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ PG സീറ്റ് അവിടെ ഗ്യാരണ്ടീഡ് ആണ്. ഈ ഒരു കോഴ്സിന്റെ പ്രധാന പ്രത്യേകതയായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ MSc MA തുടങ്ങിയ കോഴ്സുകൾ ഇന്റഗ്രേറ്റഡ് പഠിക്കാം. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ലോ പഠിക്കാൻ പറ്റും. പിന്നെ ഇന്റഗ്രേറ്റഡ് BSc പ്ലസ് BEd എന്ന് തുടങ്ങിയ ഈ 3 കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ഇന്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാമിൽ പഠിക്കാൻ പറ്റുന്നത്. ഇത് മിക്ക കോളേജുകളിലും ഇപ്പോൾ അവൈലബിൾ അല്ല. കേരളത്തിലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IIM കോഴിക്കോട് തുടങ്ങിയവയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഇന്റഗ്രേറ്റ് കോഴ്സുകളിൽ പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കഴിഞ്ഞ ഹോണേഴ്സ് ഡിഗ്രി പോലെ 3 വർഷം കഴിയുമ്പോൾ അത് ക്വിറ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു ഓപ്ഷൻ നിലനിൽക്കുന്നില്ല. നിങ്ങൾക്ക് 5 വർഷത്തെ കോഴ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകുകയാണെങ്കിൽ ഇത് ഡ്രോപ്പ് ഔട്ട് എന്ന രീതിയിലായിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി അവിടെ ലഭിക്കില്ല. ഇനി ഫീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രിക്ക് തന്നെയായിരിക്കും ആ ഒരു ഫീസിന്റെ സ്ട്രക്ചർ കുറവ്. കാരണം അത് UG പ്ലസ് 1 ഇയർ അഡീഷണൽ കോഴ്സാണ്. മറ്റേത് UGയും PGയും ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 5 ഇയർ പ്രോഗ്രാമിന് ഫീസ് കൂടുതലായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തന്നെയായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്സ് ആയിട്ട് കാരണം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡർ ആയിട്ടാണ് പഠിച്ച് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പിന്നീട് UG കഴിഞ്ഞതിന് ശേഷം PG അഡ്മിഷൻ സീറ്റുകളിലേക്ക് നോക്കുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു PGയും കൂടെ കിട്ടി നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പഠിച്ചിറങ്ങിയതിന് ശേഷം പോകുന്നത്. ഇനി ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ സാധ്യത, ജോലി ലഭിക്കാൻ ഏതാണ് സാധ്യത എന്ന ചോദ്യത്തിന് മറുപടി ഇതാണ്: നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 50 പേര് UG പഠിച്ചിറങ്ങി 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 50 പേര് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ മെയിൻലി നോക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടോ, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, നിങ്ങളുടെ ആ ഒരു സ്പെക്കുമായിട്ട് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ജോബ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അടുപ്പമുണ്ട് തുടങ്ങിയ നിങ്ങളുടെ സ്കിൽസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഏതൊരു ഇന്റർവ്യൂവിലായാലും ഏതൊരു ഇന്റേൺഷിപ്പ് ആയാലും ഏതൊരു പ്ലേസ്മെന്റ് ആയാലും നിങ്ങളെ തേടി വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പൊതുവെ കോളേജുകളിൽ വരുന്ന പ്ലേസ്മെന്റുകൾ കുറവാണ്. മിക്ക കോളേജുകളിലും പ്ലേസ്മെന്റ് ചെറിയ തോതിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പ്ലേസ്മെന്റ് ഇല്ലാത്ത നിരവധി കോളേജുകളും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി സാധ്യത വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ സ്കില്ലായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ നോക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രമേ നിങ്ങൾക്കത് ജോബ് എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കോളേജുകളിൽ പോയി കോളേജിന്റെ ചുറ്റുമതിലെല്ലാം അടിച്ചു പൊളിച്ച് കോളേജ് ജീവിതം വൈബാക്കിയതിന് ശേഷം നിങ്ങൾ വരികയാണെങ്കിൽ അത് ഡിഗ്രി ഹോൾഡർ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഹോൾഡർ എന്ന രീതിയിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ച് വരുന്ന PSC എക്സാംസോ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസോ എഴുതാം എന്ന രീതിയിലേക്ക് നിങ്ങൾ ആയിപ്പോ. നിങ്ങൾ മെയിൻലി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ കഴിവുള്ളത് എന്ന് നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കി ആ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷ പഠനകാലത്തിൽ തന്നെ നല്ലൊരു സ്കിൽ ഡെവലപ്പറായിട്ട് നല്ലൊരു വിദ്യാർത്ഥികളായിട്ട് മാറുവാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ജോബ് എന്നൊരു സ്ട്രക്ചറിലോട്ട്, ജോബ് എന്നൊരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് എത്തിപ്പറ്റുവാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇത് വൈസായിട്ട് ചൂസ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണ് പറ്റുന്നത്, നിങ്ങൾക്ക് നോർമൽ ഒരു ഡിഗ്രി മതിയോ അല്ലെങ്കിൽ MSc വേണമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് മാത്രം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ കൃത്യമായി റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെയുള്ള നിങ്ങൾ അറിയേണ്ട എല്ലാ വാർത്തകൾക്കുമായും എല്ലാ വിവരങ്ങൾക്കുമായും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.